മൂടൽമഞ്ഞിൽ മുങ്ങി ഇന്നും ഡൽഹി. പല സ്ഥലങ്ങളിലും കാഴ്ച പരിധി വളരെ കുറവ്. ട്രെയിൻ, വിമാന സർവീസുകൾ പതിവ് പോലെ ഇന്നും വൈകുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. നേരത്തെ ഒരു ലൈവിൽ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, തണുപ്പ് എത്രത്തോളമാണ് എന്ന്. വളരെ ഗൗരവത്തോടെ കോടതി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയിൽ ഞാനത് ചോദിച്ചില്ല എന്ന് മാത്രം. വലിയ മൂടൽമഞ്ഞും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലേ? മോത്തി 2025 അവസാനത്തെ പ്രഭാതമാണ് നമ്മൾ ഈ ഡൽഹിയിലെ ഈ പ്രഭാതമാണ് ഈ കാണുന്നത്. സമയം ഇപ്പോൾ ഏതാണ്ട് 8:30 കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഇവിടെ മൂടൽ മഞ്ഞിൽ മുങ്ങിയാണ് ഡൽഹി നിൽക്കുന്നത്. കാഴ്ച പരിധി പല പ്രദേശങ്ങളിലും വളരെ കുറവാണ്. പക്ഷേ ഈ മൂടൽ മഞ്ഞിൻ്റെ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വായു ഗുണനിലവാരം വളരെ മോശമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ ഡൽഹിയിൽ ഈ മൂടൽ മഞ്ഞൊക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ പുകമഞ്ഞൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഈ പൊടി ഭയങ്കര ശല്യമായിരിക്കും. പൊടിയുടെ ശല്യം വളരെ കൂടുതലായതുകൊണ്ട് ഈ റോഡ് ഒക്കെ വൃത്തിയാക്കുന്ന ഒരു പ്രക്രിയ, സാധാരണ ഈ ചൂലൊക്കെ കൊണ്ടൊക്കെയാണ് വൃത്തിയാക്കണമെങ്കിൽ ഈ തണുപ്പ് കൂടുന്ന സമയത്ത് ഈ പൊടി അടിച്ചു കളയുന്നതിനായി ഇതുപോലെ ഈ വെള്ളം ചീറ്റിച്ചുകൊണ്ട് ആണ് ഈ പൊടിയൊക്കെ നീക്കുന്നത്. ഇത് നമുക്ക് വിൻ്ററിൽ മാത്രം കാണാൻ വേണ്ടി കഴിയുന്ന, വിൻ്ററിൽ സാധാരണ ഈ ഡൽഹിയിലൊക്കെ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാഴ്ചയാണ് ഇത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിമാന സർവീസുകൾ ഇന്നും വളരെ വൈകിയാണ് പല സർവീസുകളും ഡൽഹിയിൽ നിന്ന് നടത്തുന്നത്. ഡൽഹിയിൽ ലാൻഡ് ചെയ്യാനുള്ള വിമാനങ്ങൾ പലതും ലാൻഡിങ് പ്രോബ്ലം ഉണ്ട്, ലാൻഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. അതുപോലെ ട്രെയിൻ സർവീസിനെയും റോഡ് ഗതാഗതത്തെയുമൊക്കെ ഇത് കാര്യമായ തോതിൽ ബാധിക്കുന്നുണ്ട്. ഈ ആഴ്ച ഏതായാലും ഇതേ സാഹചര്യം തന്നെ തുടരുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമൊക്കെ പറയുന്നത്. കാരണം അടുത്ത 2-3 ദിവസം കൂടി ഡൽഹിയിൽ സമാനമായ സാഹചര്യം തന്നെയായിരിക്കും തുടരുക എന്നാണ്. ഇപ്പോൾ ട്രെയിൻ സർവീസുകളൊക്കെ റദ്ദാക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ട്രെയിൻ സർവീസുകളും അതുപോലെ തന്നെ ഈ വിമാന സർവീസുകളുമൊക്കെ ഇന്നും കാര്യമായ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ആ റദ്ദാക്കിയതിൻ്റെ കണക്കുകൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ രാവിലെയൊക്കെ പല സർവീസുകളും വളരെ വൈകിയാണ്, ട്രെയിൻ സർവീസുകളൊക്കെ വളരെ വൈകിയാണ് ഇപ്പോൾ ഓടുന്നത്. ഡൽഹിയിലേക്ക് എത്തേണ്ട പല ട്രെയിനുകളും ഇതുവരെയും, അതായത് മണിക്കൂറുകളോളം വൈകിയാണ് ഈ അതിൻ്റെ യാത്ര ഇപ്പോൾ പുരോഗമിക്കുന്നതെന്ന വിവരമാണ് ലഭിക്കുന്നത്. വിമാന സർവീസുകളെയും കാര്യമായ തോതിൽ ബാധിച്ചിട്ടുണ്ടോ? പക്ഷേ എത്ര വിമാന സർവീസുകൾ റദ്ദാക്കി എന്നതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഏതായാലും കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വരുന്നതായിരിക്കും.